എല്ലാവർക്കും നമസ്കാരം. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ ഭാഗത്തിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പാഠത്തിൽ ആദ്യം ഒരു കുഞ്ഞു ഭാഗമുണ്ട്. 1. ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ ഇലകൾ. ജി കുമാരപിള്ളയുടെ വനപർവം എന്ന കവിതയിലെ ഒരു കൊച്ചു ഭാഗമാണ് ഇലകൾ. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മുരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകേ, മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്. ഇവിടെ ചിത്രത്തിൽ എന്താ കാണിച്ചിരിക്കുന്നത്? നല്ല ഉണങ്ങിയ ഒരു മരമുണ്ട്. ആ മരത്തിലേക്ക് മഴത്തുള്ളികൾ വീണുകൊണ്ടിരിക്കുകയാണ്. ആ വീണ് കഴിയുമ്പോൾ ആ മരത്തിൽ നിന്നും കുഞ്ഞു കുഞ്ഞ് മുളകൾ കിളിർത്ത് വരുന്നുണ്ട് അല്ലേ? ഇവിടെ നോക്കൂ, നല്ല ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മുരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കാണുകെ. നല്ല ഉണങ്ങി ദ്രവിക്കാനിരിക്കുന്ന ഒരു മരത്തിലേക്ക്, ഒരു മരക്കൊമ്പിലേക്ക് മഴത്തുള്ളി വീണു. ആ മരത്തിൻ്റെ ചോട്ടിലേക്കും ഒരു മഴത്തുള്ളി വീണു. ആ മഴത്തുള്ളി വീണത് മരത്തിന് എന്താണ് സംഭവിച്ചത്? ഒരു ഇന്ദ്രജാലം, ഒരു മാജിക് അവിടെ സംഭവിച്ചിരിക്കുക. എന്തായിരുന്നു അത്? തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും. നല്ല മഴത്തുള്ളി മേലെ തട്ടിയപ്പോൾ, നമുക്ക് നല്ല ചൂടായിരിക്കുമ്പോൾ മഴവെള്ളം നമ്മുടെ മേലെ തട്ടിയത് നമുക്ക് അങ്ങനെ കോരിത്തരിക്കില്ലേ? അതേപോലെ ആ മരത്തിന് കോരിത്തരിപ്പുണ്ടായി. അവിടെ തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും. ഉണങ്ങി വീഴാറായി നിന്ന ആ മരക്കൊമ്പിൽ പോലും കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്. അവിടെ എന്താ? ഓരോരോ മുളകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു? ചർച്ച ചെയ്യുക. നോക്കാം നമുക്ക്. കവിതയിലെ അതേ ആശയം തന്നെയാണ് പാഠഭാഗത്തും കൊടുത്തിരിക്കുന്നത്, ചിത്രത്തിലുമുള്ളത്. ഉണങ്ങി ദ്രവിക്കാരായ മരക്കൊമ്പുകളിൽ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ വന്ന് പതിക്കുന്നു. ഉണങ്ങിയ മരക്കൊമ്പിൽ ജീവൻ്റെ സ്പർശമായി വെള്ളത്തുള്ളികൾ വീണപ്പോൾ പുതിയ തളിരിലകൾ മുളച്ചു വരുന്ന ഇന്ദ്രജാലമാണ് കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കവി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്: മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും 7ാം ക്ലാസ്സിലെ മറ്റുള്ള സബ്ജക്റ്റുകളുടെ വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.